ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മനോജ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഈ കാറിൻ്റെ എഞ്ചിൻ ഓയിൽ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു, എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്നതിലൂടെ ഓയിൽ ഫിൽറ്റർ കൂടി ചേഞ്ച് ചെയ്യേണ്ട കാര്യമുണ്ട്. ആ ഓയിൽ ഫിൽറ്റർ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഓയിൽ ഫിൽറ്റർ നേരത്തെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ കാറ് 2017 മോഡൽ ഫിഗോ ആസ്പയർ 1.2 ലിറ്ററാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കാറിൻ്റെ മൂന്നാമത്തെ സർവീസാണ് കേട്ടോ, തേർഡ് സർവീസ്. എന്നുവെച്ചാൽ വളരെ കുറച്ച് മാത്രമേ ഈ കാർ ഓടിയിട്ടുള്ളൂ. ഈ എഞ്ചിൻ ഓയിൽ ഏതാ യൂസ് ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ട് ഫോർഡ് ഫിഗോ ആസ്പയറിൻ്റെ ഓണേഴ്സ് മാനുവൽ തുറന്നു നോക്കാം. അപ്പോൾ ഈ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞ ഒരു പേജ് കണ്ടില്ലേ, അപ്പോൾ ആ ഒരു ടൈറ്റിലിൻ്റെ അടിയിൽ എൻജിൻ ഓയിൽ ചെക്ക് 127 എന്ന് പറഞ്ഞ പേജിനകത്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഈ പേജിൽ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഉള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പോൾ ഇതുണ്ടല്ലേ, ഡിപ്സ്റ്റിക്കിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നുണ്ടോ. എഞ്ചിൻ ഓയിൽ ഡിപ്സ്റ്റിക്സ് 1.2 ലിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കാറിൻ്റെ. ബാക്കി 1.5 എല്ലാം സെയിം തന്നെയായിരിക്കും ഒരു കമ്പനി ഇറക്കുന്നതിൻ്റെ. ഈ ഡിപ്സ്റ്റിക്കിൻ്റെ ആ രണ്ട് ഇത് കേട്ടോ, വെട്ട് വരെ വി പോലത്തെ വെട്ട് കണ്ടോ, അത് എ എന്ന് പറഞ്ഞാൽ മിനിമം, ബി എന്ന് പറഞ്ഞാൽ മാക്സിമം. ആ മാക്സിമം ലെവൽ വരെ ഓയിൽ ഒഴിക്കാവുള്ളൂ. പിന്നെ ഈ പേജിൻ്റെ ബാക്കിലായിട്ട് കപ്പാസിറ്റീസ് ആൻഡ് സ്പെസിഫിക്കേഷൻസ് എന്ന് പറഞ്ഞ് പേജ് 162 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പേജിൽ പോയാൽ അതിൻ്റെ എത്ര ഓയിലാണ് നമുക്ക് ഒഴിക്കേണ്ടതെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് അതിലേക്ക് കിട്ടുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് നല്ലപോലെ ഓട്ടമുള്ള വണ്ടിയാണെങ്കിൽ ഒരു 5000 കിലോമീറ്റർ അല്ലെങ്കിൽ 3 മാസം ഇതിലേതാ ഫസ്റ്റ് വരുന്നത് വെച്ചാൽ ഓയിൽ ചേഞ്ച് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പേജിൽ അതിൻ്റെ കപ്പാസിറ്റീസ് കൊടുത്തിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ ഇൻക്ലൂഡിങ് ദ ഓയിൽ ഫിൽറ്റർ പറഞ്ഞിരിക്കുന്നത് 4.05 ലിറ്ററാണ്. എഞ്ചിൻ ഓയിൽ എക്സ്ക്ലൂഡിങ് ദ ഓയിൽ ഫിൽറ്റർ പറഞ്ഞിരിക്കുന്നത് 3.75 ലിറ്ററാണ്. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ 4 ലിറ്റർ നമുക്കിവിടെ ഒഴിക്കാം. ഈ മാനുവൽ സൈഡിലേക്ക് വെച്ചിട്ട് നമുക്ക് വണ്ടിയുടെ ബോണറ്റ് ഓപ്പൺ ചെയ്യാം. ഈ സ്റ്റിയറിംഗ് കോളത്തിൻ്റെ താഴെയായിട്ടാണ് ഇതിൻ്റെ ബോണറ്റ് റിലീസ് ബട്ടൺ വരുന്നത്. അത് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ മാത്രം മതി, ഓപ്പൺ ആകും. ഫ്രണ്ടിലും ഒരു ലോക്കും കൂടി വരുന്നുണ്ട് കേട്ടോ. അത് ഒരു വിരൽ ഇട്ടിട്ട് ഇടത് സൈഡിലേക്ക് തള്ളിക്കഴിഞ്ഞാൽ ആ ലോക്ക് മാറി കിട്ടും. ഈ കാണുന്നതാണ് എഞ്ചിൻ ഓയിലിൻ്റെ ക്യാപ്പ്. അതിൽ എഞ്ചിൻ ഓയിലിൻ്റെ ഒരു ചിഹ്നമൊക്കെ കാണിച്ചിട്ടുണ്ട്. എഞ്ചിൻ ഓയിലിൻ്റെ ക്യാപ്പ് തുറന്നിട്ട് വേണം നമുക്ക് എഞ്ചിൻ ഓയിൽ ഇതിലേക്ക് ഒഴിക്കാനായിട്ട്. കുറച്ച് ടൈറ്റ് ആയിരിക്കും, വലത്തേക്ക് തിരിച്ച് മുകളിലേക്ക് വലിച്ചാൽ മതി, ഊരിപ്പോരും. ഈ കാണുന്നതാണ് ഡിപ്സ്റ്റിക്ക്. ഇത് എഞ്ചിൻ ഓയിലിൻ്റെ അളവ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ ഓയിലിൻ്റെ കണ്ടീഷൻ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ബ്രൗണിഷ് കളറായിട്ടില്ലേ. അപ്പം ഇത് ഏകദേശം മാറേണ്ട ഒരു ഇത് തന്നെയാണ്. അല്ലെങ്കിൽ ഇത് ഞാൻ പറഞ്ഞല്ലോ, തേർഡ് സർവീസാണ്. തേർഡ് സർവീസ് ആകുമ്പം എന്തായാലും ഒരു 5000 കിലോമീറ്ററിനകത്ത് മാറിയിരിക്കണം എഞ്ചിൻ ഓയിൽ. എന്ന് വെച്ചാൽ ഇത് മെറ്റൽ പാർട്ടിക്കിൾസൊക്കെ വരാൻ സാധ്യതയുണ്ട് എഞ്ചിനകത്തുനിന്ന് തേർഡ് സർവീസിന്. വേറെ ഒരു രീതിയിലും ഈ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാം കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കുറച്ചൊരു എഞ്ചിൻ ഓയിലിൻ്റെ ഇതെടുത്ത് നമ്മൾ വിരലിൽ ടച്ച് ചെയ്തിട്ട് അതിൻ്റെ വിസ്കോസിറ്റി തിക്നെസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇലാസ്റ്റിക് പോലെ വലിഞ്ഞു വരികയാണെങ്കിൽ എഞ്ചിൻ ഓയിൽ വലിയ കുഴപ്പമില്ലെന്നാണ് അർത്ഥം. കുറച്ച് നാളെ എഞ്ചിൻ ഓയിൽ യൂസ് ചെയ്യാം. ഈ എഞ്ചിൻ ഓയിൽ മാറാവുന്നതായിട്ടില്ല, എന്നാലും ഞാൻ മാറിയേക്കുക. ഞാൻ പറഞ്ഞില്ല, തേർഡ് സർവീസാണ്. ഈ എഞ്ചിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വരും എഞ്ചിൻ ഓയിൽ ഫിൽറ്റർ. മുകളിൽ നിന്ന് നമുക്ക് ഈ കാറിനെ കാണാൻ സാധിക്കത്തില്ല. നമുക്ക് കാറ് ഫസ്റ്റ് ഗിയറിലിട്ടിട്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ചു വെച്ചേക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കാറിൻ്റെ അടിയിൽ ഹൈറ്റ് കുറവാണ്. അപ്പോൾ നമുക്ക് രണ്ട് കൈയും ഇട്ടിട്ട് വേണം ഈ ഓയിൽ ഫിൽറ്റർ അഴിക്കാനും ആ ഓയിൽ പാനിൻ്റെ നെട്ടൊക്കെ അഴിക്കാൻ വേണ്ടി. അതുകൊണ്ട് ജാക്ക് വെച്ച് കാറൊന്ന് ചെറുതായിട്ട് ഉയർത്തേണ്ടതായിട്ടുണ്ട്. ഈ കാണുന്നതാണ് കാറിൻ്റെ ജാക്ക്. ജാക്കിയുടെ മുകൾ വശമാണിത്, താഴ്വശമാണ് ഈ കാണുന്നത്. ജാക്കിൻ്റെ പൊസിഷൻ കാറിൻ്റെ ഡിക്കിക്കകത്ത് മിക്കവാറും ടയറിൻ്റെ അടിയിലായിരിക്കും, അല്ലെങ്കിൽ ചില കാറിനകത്ത് സൈഡിലും വരുന്നുണ്ട് കേട്ടോ. ഇനി ആ ഹൈറ്റ് നമുക്ക് താഴോട്ട് താത്താം.
ഇന്നലെ അടിയിലേക്ക് കയറ്റി നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ കാണുന്ന 2 പോയിന്റ് കണ്ടോ, മുട്ട പോലെ ഇരിക്കുന്നത്, ആ 2 പോയിന്റിൻ്റെ നടുക്ക് വേണം ജാക്കി ഫിറ്റ് ചെയ്യാനായിട്ട്. അതാണ് ഏറ്റവും നമ്മുടെ കമ്പനി പറഞ്ഞിരിക്കുന്ന പോയിന്റ്. വേറെ സ്ഥലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ചാസിസ് വളയാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ചില സ്പീഡ് കൂട്ടി കാണിക്കാം. ഈ ജാക്ക് അത്ര സേഫ്റ്റി ഒന്നുമല്ല. അതുകൊണ്ട് ഞാനൊരു ആ ടയറിൻ്റെ അടിയിലൊരു പാവിങ് ടൈൽസ് ഇല്ലേ, ഒരു കല്ലിൻ്റെ ബലമുള്ള സംഭവം, കോൺക്രീറ്റ്, അതെടുത്ത് അതിനടിയിൽ വെച്ചേക്കാം. ഇനി എന്തെങ്കിലും കാരണവശാൽ ജാക്കിയും തെന്നിയാൽ നമ്മുടെ മേത്തേക്ക് കിടക്കരുതല്ലോ. സേഫ്റ്റി അല്ലേ ഫസ്റ്റ്. ഇപ്പോൾ ഞാൻ മേടിച്ചിരിക്കുന്നത് ഫോർഡിൻ്റെ ഒറിജിനൽ ഫിൽറ്ററാണ്. അപ്പോൾ നമുക്കൊന്ന് അൺപാക്ക് ചെയ്തേക്കാം. ഇതിൻ്റെ വില 125 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ അസംബ്ലി ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ടൈറ്റൻ 3/4 ടേൺ ആഫ്റ്റർ ഗാസ്കറ്റ് ഓൺ ബേസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഫിൽറ്റർ ഹാൻഡ് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് 3/4 ഓടി തിരിക്കണം. അപ്പോൾ ഈ ഫിൽറ്റർ ഇന്ന് മോട്ടോർ ക്രാഫ്റ്റിൻ്റെയാണ്, ഒറിജിനൽ ഫോർഡിനൊക്കെ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് പാർട്ട് നമ്പർ ശ്രദ്ധിക്കണം. 7SG6714BB എന്നുള്ളതാണ് ഇതിൻ്റെ പാർട്ട് നമ്പർ. ഞാൻ ഈ ഫിൽറ്റർ മേടിക്കാൻ പോയപ്പം കാറിനടിയിൽ ആദ്യം കയറിയിട്ട് ഈ ഫിൽറ്ററിൻ്റെ ഒരു ഫോട്ടോ എടുത്തായിരുന്നു ഈ പാർട്ട് നമ്പറിൻ്റെ. അത് കൊണ്ടുപോയി കാണിച്ചിട്ട് മാത്രമേ പുതിയത് മേടിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ അത് നമ്മൾ ആദ്യം ചോദിക്കുന്നത് പാർട്ട് നമ്പർ എത്രയാണ് ചോദിക്കുന്നത്. അത് പറഞ്ഞ് നമ്മൾ മേടിച്ചില്ലെങ്കിൽ സംഗതി മാറിപ്പോവും. പിന്നെ ഫോർഡിൽ നിന്ന് നമ്മൾ നേരിട്ട് മേടിക്കുകയാണെങ്കിൽ അവർ തിരിച്ചെടുക്കത്തില്ല. പിന്നെ ബോഷിൻ്റെ 5 ലിറ്ററിൻ്റെ എഞ്ചിൻ ഓയിൽ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇത് മേടിച്ച് വെച്ചിട്ട് 1-2 ആഴ്ചയായി. ഈ ഫിൽറ്റർ കിട്ടാൻ താമസമെന്നാണ് ഫിറ്റ് ചെയ്യാൻ താമസിച്ചത്. ഇപ്പോൾ ഞാൻ ഈ മേടിച്ചിരിക്കുന്ന ബുക്കിലെ സ്പെസിഫിക്കേഷനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ SI 5W30 ആണ് മേടിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ കാറിനകത്ത് 4 ലിറ്ററല്ലേ വരുന്നത്, ഇതിപ്പോൾ 5 ലിറ്ററിൻ്റെ ആണ്. ഇത് ഞാൻ മേടിച്ച ആമസോണിൽ നിന്നാണ് കേട്ടോ. ആമസോണിൽ അതിന് 300 രൂപ 400 രൂപയൊക്കെ വ്യത്യാസമുണ്ട്. പിന്നെ ഇത് സിന്തറ്റിക് ഓയിലാണ്, കുറച്ചുകൂടി നല്ല ഓയിലാണ്. ഈ കാണുന്നതാണ് എഞ്ചിൻ ഓയിൽ വന്ന് കിടക്കുന്ന ഓയിൽ പാന്. പിന്നെ ഈ വലത് സൈഡിൽ കാണുന്നതാണ് ഗിയർ ബോക്സ്. അപ്പോൾ ഈ എഞ്ചിൻ ഓയിലിൻ്റെ നേരെ ബാക്കിലായിട്ട് നമുക്ക് എൻ്റെ ബോൾട്ട് കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ ഓയിൽ ഫിൽറ്റർ ഇവിടെ ഇരിക്കുന്നത് കാണാം. അപ്പോൾ ഈ ഒരു ഫോട്ടോ ആയിരുന്നു ഞാൻ എടുത്തുകൊണ്ട് പോയത്. ഈ കാണുന്ന തപാരിയുടെ സോക്കറ്റ് ഹാൻഡിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് പല ടൈപ്പ് സോക്കറ്റും ഇൻസെർട്ട് ചെയ്യാം. ഇതുപോലത്തെ ബോൾട്ടൊക്കെ അഴിക്കാനായിട്ട് നല്ലതാണ്, പെട്ടുപോവുകയില്ല. സാധാരണ സ്പാനറൊക്കെ യൂസ് ചെയ്താൽ ചിലപ്പം ഒരു ബോൾട്ടിൻ്റെ ഹെഡ് ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. ഇതങ്ങനെ ഡാമേജ് ആകത്തില്ല. ഇതിന് ബോക്സ് സ്പാനർ എന്ന് പറയും. ഈ സോക്കറ്റൊക്കെ പല ടൈപ്പ് വരുന്നുണ്ട്. 12, 8 ഇപ്പോൾ കാണിക്കുന്ന 12 ആണ്. പിന്നെ അങ്ങനെ വലിയ വലിയ സോക്കറ്റ് എല്ലാം ഇതിനകത്ത് സ്യൂട്ടാവും. ഈ ഒരു ഹാൻഡിലിൽ സ്യൂട്ടായിക്കോളും. നമുക്ക് ഇതിൻ്റെ 12 ഇൻസെർട്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് എടുത്തേക്ക് തട്ടി കൊടുത്താൽ മതി, ബോൾട്ട് ലൂസ് ആയിക്കോളും. നാല് ലിറ്റർ എഞ്ചിൻ ഓയിലാണ് ഇതിനകത്ത് കിടക്കുന്നത്. അപ്പം അത് പിടിക്കാൻ പാകത്തിനുള്ളൊരു പാത്രം വേണം നമ്മൾ എടുത്തു വെക്കാനായിട്ട്. അതുപോലെ ഓയിൽ ദൂരത്തിലായിരിക്കും ആദ്യം ചാടുന്നത്, എന്നിട്ട് കുറഞ്ഞു വരും.
മുകളിൽ നമ്മൾ ക്യാപ്പ് തുറന്ന് വെച്ചിരിക്കുന്നുണ്ടോ ഇത്ര സ്പീഡിൽ വന്നു കേട്ടോ. ആ ക്യാപ്പ് അടച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ പതുക്കെ വരത്തുള്ളൂ, കംപ്ലീറ്റ് വരത്തുമില്ല. ഇത് കുറച്ച് സമയം എടുക്കും. ഞാൻ സ്പീഡിൽ കാണിച്ചതാണ്. ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ എടുത്ത് ഈ ഓയിൽ കംപ്ലീറ്റ് ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വീണ് കംപ്ലീറ്റ് തീരത്തുള്ളൂ. ഇനി ഓയിൽ ഫിൽറ്റർ അടിക്കാനുള്ള ടൂള് കാണിക്കാം. ഇതാണ് ഓയിൽ ഫിൽറ്റർ വ്രഞ്ച്. ഇത് എൻ്റെ പഴയ ടൂളാണ് കേട്ടോ, 1-2 വർഷമായി മേടിച്ചിട്ട്. നമ്മളിത് കടയിൽ നിന്ന് പുതിയ ടൂൾ മേടിക്കുമ്പോഴേ നമ്മുടെ ആ ഓയിൽ ഫിൽറ്റർ കൊണ്ടുപോയിട്ട് വേണം ഈ ടൂൾ നമ്മൾ മേടിക്കാനായിട്ട്. ഇല്ലെങ്കിൽ ഇതിൻ്റെ പല ടൈപ്പ് സൈസ് വരുന്നുണ്ട് ഈ ഓയിൽ ഫിൽറ്റർ വ്രഞ്ച്. അപ്പോൾ കറക്റ്റ് സൈസ് നോക്കിയിട്ട് വേണം മേടിക്കാനായിട്ട്, അല്ലെങ്കിൽ ടൈറ്റ് ആകത്തില്ല. അപ്പോൾ എങ്ങനെ പിടിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതുണ്ടല്ലോ, ഇങ്ങനെ ആ ഒരു ഫിൽറ്ററിൻ്റെ അവിടെ ഒരു വെട്ട് പോലെ ഉണ്ട്, സ്പാൻഡർ വെച്ച് പിടിക്കാൻ ടൈപ്പ്. പക്ഷേ ഇത് സ്പാൻഡർ കൊണ്ടൊന്നും പിടിക്കാൻ പറ്റത്തില്ല. ഈ ഒരു വ്രഞ്ച് ഉപയോഗിച്ച് മാത്രമേ ഫിൽറ്റർ കറക്റ്റായിട്ട് അഴിയത്തുള്ളൂ. അപ്പോൾ ഈ ഓയിൽ ഫിൽറ്റർ വ്രഞ്ചിൻ്റെ ഈ സൈഡിൽ കുറച്ച് ഗ്രിപ്പ് കണ്ടോ, ആ മുട്ട പോലെ വയ്ക്കുന്നത്, ആ ഗ്രിപ്പാണ് ഇതിൽ പിടിച്ചിട്ട് അഴിയാനായിട്ട് സഹായിക്കുന്നത്. ഇപ്പോൾ ഓയിലിൻ്റെ ഏകദേശമൊക്കെ ഡ്രിപ്പായിട്ടുണ്ട്. നമുക്ക് തിരിച്ച് ആ നെട്ട് പഴയ പോലെ തന്നെ, തിരിച്ച് ആ ബോൾട്ട് പഴയ പോലെ തന്നെ ഇട്ടേക്കാം. എന്നിട്ടൊരു തുണി ഉപയോഗിച്ച് ആ ഭാഗം നല്ലപോലെ തുടച്ച് ക്ലീൻ ചെയ്യാം. കാര്യം എന്താ വെച്ചാൽ എന്തെങ്കിലും ലീക്ക് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. പിന്നെ ഇത് ടൈറ്റ് ചെയ്യുമ്പം ഓവർ ടൈറ്റ് ചെയ്യരുത്. ഓവർ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിരിവ് പോകാൻ സാധ്യതയുണ്ട്. പിരിവ് പോയി കഴിഞ്ഞാൽ പിന്നെ ഓയിൽ പാനൊക്കെ കഴിച്ച് വേറെ പിരിവിട്ടൊക്കെ ഭയങ്കര ചടങ്ങായി പോകും. ഇനി നമുക്ക് ഓയിൽ ഫിൽറ്റർ അഴിച്ചേക്കാം. നേരത്തെ കാണിച്ച പോലെ ആ ഒരു ഓയിൽ ഫിൽറ്ററിൻ്റെ വിട്ട് ഉള്ള സ്ഥലത്തേക്ക് നമുക്ക് ഇതിട്ടിട്ട് വ്രഞ്ചിട്ടിട്ട് എടുത്തേ കഴിക്കാം. ഓയിൽ ഫിൽറ്റർ കഴിഞ്ഞു വന്നിട്ടുണ്ട്. ചെറിയൊരു ബലം വരും കേട്ടോ. ഇതിങ്ങനെ വീഴത്തുള്ളൂ. ആ ഓയിൽ ഫിൽറ്ററിനകത്ത് കുറച്ച് ഓയിൽ കാണും, അത് നേരെ താഴേക്ക് ഇങ്ങനെ ഒഴുകി വീഴും. ഞാൻ പറഞ്ഞില്ലേ ഹൊറിസോണ്ടൽ വേവിൻ്റെ ഈ ഓയിൽ ഫിൽറ്ററെന്ന്. അപ്പോൾ അതിനകത്ത് കുറച്ചൊരു 300, 200, 250 ml ഇതിനകത്തുണ്ട് ഓയില്. മറ്റേ പഴയ ടൈപ്പ് വെർട്ടിക്കൽ ഫിൽറ്റർ ആണെങ്കിൽ അതിനകത്തൊരു 1/2 ലിറ്റർ ഓയിൽ കാണും. അതിങ്ങനെ ചുറ്റും ഒഴുകിയൊന്നും പോകത്തില്ല. നമുക്ക് പുതിയ ഫിൽറ്ററിനകത്തേക്ക് ഒരു 200 ml 250 ml ഓയിൽ ഒഴിച്ചേക്കാം. പിന്നെ അതിൻ്റെ ഗാസ്കറ്റ്, റബ്ബറിൻ്റെ ഗാസ്കറ്റ് ഉണ്ട് ഈ ഓയിൽ ഫിൽറ്റർ ചേരുന്ന സ്ഥലത്ത് ബേസിലേക്ക്. ആ ഗാസ്കറ്റിൽ നമ്മൾ ഓയിലൊന്ന് തേച്ച് കൊടുത്തേക്കണം. ആ നേരത്തെ ഒഴുകി ഇറങ്ങിയ ഓയിലൊക്കെ നമുക്കൊന്ന് തുടച്ച് കളയാം. തുടച്ച് കളഞ്ഞാൽ പിന്നെ ലീക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല ലീക്കാണോ അതോ നേരത്തെ പറ്റിയിരുന്ന ഓയിലാണോ.
അതുപോലെ ഇവിടെ പൊടിയൊക്കെ പിടിച്ച് ആകെ ഇതാവും, മോശമാകും. എന്നിട്ട് നമുക്ക് ഓയിൽ ഫിൽട്ടർ വെച്ചിട്ട് കൈ കൊണ്ട് ഫുള്ള് ടൈറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 3/4 നമുക്കൊന്ന് തിരിച്ചു കൊടുക്കാം. അത്ര ടൈറ്റ് ചെയ്യാൻ പാടുള്ളൂ, ഓവർ ടൈറ്റ് ആകരുത്. ഓവർ ടൈറ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത തവണ അഴിക്കാൻ ബുദ്ധിമുട്ട് വരും. ഇപ്പോൾ ഓയിൽ ഫിൽറ്ററൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എഞ്ചിൻ ഓയിൽ 4 ലിറ്റർ ഇതിലേക്ക് ഒഴിച്ചേക്കാം. ഇനി ക്യാപ്പ് അങ്ങ് തിരിച്ചിട്ടേക്കാം. എന്നിട്ട് ഈ ഡിസ്റ്റിക്ക് ഉപയോഗിച്ച് നമുക്ക് ആ ഓയിലിൻ്റെ അളവും ചെക്ക് ചെയ്യണം. പക്ഷേ അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ജാക്ക് മുകളിൽ നിന്ന് കാറ് ഇറക്കണം, ഇല്ലെങ്കിൽ വണ്ടി ചെരിഞ്ഞല്ലേ ഇരിക്കുന്നത്. ഡിസ്റ്റിക്ക് ചെക്ക് ചെയ്താൽ ശരിയാകത്തില്ല. അതിനായിട്ട് വേഗം അടിയിലെ കല്ലൊക്കെ മാറ്റിയിട്ട് ജാക്ക് തിരിച്ച് കറക്കി വണ്ടി ഇതായിട്ട് ഇറക്കിയേക്കാം. വണ്ടി താഴോട്ട് ഇറങ്ങി വരുമ്പം കുറച്ച് സൗണ്ടുകൾ കേൾക്കും, പേടിക്കേണ്ട. അത് ഹാൻഡ് ബ്രേക്ക് വലിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ടാണ് കുറച്ച് സൗണ്ടുകൾ കേൾക്കുന്നത്. ഇനി നമുക്ക് ഡിസ്റ്റിക്ക് എടുത്തൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഡിസ്റ്റിക്കിൻ്റെ വളഞ്ഞിരിക്കുന്ന കണ്ടോ, ആ വളഞ്ഞിരിക്കുന്ന ഭാഗം വരെയാണ്. അതിൻ്റെ താഴെ, ആ വളഞ്ഞിരിക്കുന്നതിൻ്റെ താഴെ 2 വെട്ട് കാണുന്നുണ്ടോ? അതിൽ ആദ്യത്തെ വെട്ട് ലോയാണ്, അതിന് രണ്ടാമത്തെ വെട്ടാണ് മാക്സിമം. അപ്പോൾ മാക്സിമം ലെവലിൽ ഞാൻ ഓയിലൂടെ നിറയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ തുണി കൊണ്ടൊന്ന് തുടച്ചിട്ട് രണ്ടാമതൊന്ന് ഇട്ട് നോക്കാം. എന്ന് വെച്ചാൽ പഴയ ഓയിലിൻ്റെ ലെവൽ ഇതിൽ കാണിക്കില്ലല്ലോ. തുണി കൊണ്ട് തുടച്ചിട്ട് ഇട്ടപ്പം കൃത്യമായിട്ട് കാണുന്നുണ്ട്, ഓയിൽ ലെവൽ കറക്റ്റാണ്. രണ്ടാമത്തെ വെട്ടിൽ കറക്റ്റായിട്ട് വന്ന് നിൽപ്പുണ്ട്. ഇനി നമുക്ക് തിരിച്ച് ഡിസ്റ്റിക്ക് അതിൻ്റെ ഹോളിലേക്ക് വെച്ചിട്ട് ബോണറ്റ് അടച്ചേക്കാം. ഇനി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എഞ്ചിൻ ഓയിലിൻ്റെ പടമൊക്കെ കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചോണം. വണ്ടി ഓണാക്കുമ്പോൾ തന്നെ കാണിക്കും. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് പോകണം. ഇപ്പോൾ RPM 1-ന് മുകളിലിരിക്കുന്നത്. RPM എന്ന് പറഞ്ഞാൽ ഇടത് സൈഡിലുള്ള മീറ്റർ 1000 എഴുതിയിരിക്കുന്നുണ്ടോ, RPM 1000. അപ്പം 1000-ന് മുകളിലാണ് കാണിക്കുന്നത്. ആ സൂചി പതുക്കെ 1-ലേക്ക് വരും, 1000 വരും, 1000-ന് താഴെ പോവും. അപ്പം ഐഡിയലായെന്ന് പറയാം. എന്തെങ്കിലും ഇവിടെ വേറെ എന്തെങ്കിലും ഐക്കൺസ് കാണിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ ഇപ്പോൾ കാണിക്കുന്ന ഹാൻഡ് ബ്രേക്കിൻ്റെയാണ് നടുക്കത്തെ സ്പീഡോമീറ്ററിലുള്ളത്. എഞ്ചിൻ ഓയിലിൻ്റെ ചിഹ്നം വരുന്നുണ്ടോ ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇപ്പം സൂചി താന്ന് 1000-ന് താഴെ പോയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി ഐഡിയലായി.
പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതിയിട്ട്, ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു, ലൈക്ക് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.